കുർബാനയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് കുറേ പേര് സൈഡിലേക്ക് പോകണമുണ്ടോ, അപ്പോൾ അവിടെ കുമ്പസാരം നടക്കുന്നുണ്ട്. നോക്കിയപ്പോൾ എനിക്ക് കുമ്പസാരിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞാനും കുമ്പസാരിക്കാൻ പോയി. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അച്ഛൻ എൻ്റെ നമ്മുടെ കുമ്പസാരം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ചു, അഡ്വക്കേറ്റ് ആണോ എന്ന് ചോദിച്ചു. അതൊരിക്കലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പേഴ്സണലി പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു കാര്യമല്ല. അതൊക്കെ സിംപ്ലി ഞാൻ ആൾക്ക് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറില്ല, ലീവ് ഇറ്റ് ടു ആൻഡ് ലീവ് വിത്ത്. അതായത് ആൾക്ക് വിട്ടുകൊടുക്കുക, ആളുടെ കൂടെ ജീവിക്കുക. അത് ഞാനായിട്ട് തന്നെ എൻ്റെ ലൈഫിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും മനസ്സിലാക്കുന്ന, ഇത്രയും സ്നേഹിക്കുന്ന വേറെ ഒരാളും എന്നെ ഇങ്ങനെ സ്നേഹിക്കാറൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എന്നെ അത്രയും, ഞാൻ എപ്പോഴും പറയുന്നതിന് ഭയങ്കര, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് അഹങ്കരിക്കാറുള്ള ഒരാളാട്ടോ. എൻ്റെ പേര് ഡോണ റോസ് ജോസഫ്. ഞാൻ അഡ്വക്കേറ്റ് ആണ്. തൃശ്ശൂരാണ് വീട്. വീട്ടിൽ അപ്പൻ, അമ്മ, അനിയൻ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ചെറിയൊരു ദൈവാനുഗ്രഹത്തെക്കാളും ഉപരി എൻ്റെ ലൈഫിലുള്ള ഈശോ ആയിട്ടുള്ള ഒരു ബന്ധം ഒന്ന് പങ്കുവെക്കാനാണ്. ഞാൻ മലപ്പുറത്തായിരുന്നു. അമ്മ ടീച്ചർ ആയതുകൊണ്ട് 10th വരെ അവിടെയായിരുന്നു. അപ്പോൾ അതുവരെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഈശോയ്ക്ക് സ്ഥാനം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പള്ളിയിൽ പോവും, അത് കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ വീട്ടിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്കും അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ അതിനുശേഷം ഞാൻ എൻ്റെ ഒരു കോൺവെന്റ് ലൈഫിൽ, കോൺവെന്റ് അല്ല, ഞാൻ ഒരു കോൺവെന്റ് ബോർഡിംഗ് സ്കൂളിലാണ് നിന്നിരുന്നത്. തൃശ്ശൂർക്ക് വന്നപ്പോൾ +1 +2 കാലഘട്ടത്തിലാണ് ഞാൻ കുറച്ചും കൂടി ഡെയിലി കുർബാനയ്ക്ക് പോകുന്നതിനെ പറ്റി അറിയുന്നതും ഞാൻ പോയി തുടങ്ങിയത്. ഒബ്വിയസ്ലി നമ്മളൊരു മഠത്തിൻ്റെ ഹോസ്റ്റലായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു പോകണം എന്നുള്ളത്. പക്ഷേ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും, ഈ നേരത്തെ എണീക്കണം, കുർബാനയ്ക്ക് പോകണം എന്നൊക്കെ ഉള്ളത് ഒരു ബുദ്ധിമുട്ടായിരുന്നെങ്കിലും, പിന്നീട് അതൊരു 2 വർഷം കണ്ടിന്യൂസ്ലി ലൈഫിൻ്റെ പാർട്ടായിരുന്നപ്പോൾ നമുക്ക് ചെറിയൊരു മാറ്റമൊക്കെ, ഡെയിലി നമ്മുടെ ലൈഫിൻ്റെ റുട്ടീൻ തന്നെ ഒന്ന് മാറി തുടങ്ങി. അതിനുശേഷം ഡിഗ്രി +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് വിമല കോളേജിൽ എത്തിയപ്പോഴാണ് എൻ്റെ ലൈഫിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ചിജ. വിമലയിൽ ഒട്ടും പഠിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു ഞാൻ. ഒരിക്കലും അങ്ങനെ ഒരു കോളേജിൽ പോകരുതെന്ന് വിചാരിച്ചാണ്, വുമൻസ് ഓൺലിയിലൊന്നും പഠിക്കരുത്. പക്ഷെ ദൈവം ലാസ്റ്റ് എന്നെ അവിടെ എത്തിച്ചു. വിമലയിലെ 3 വർഷത്തെ പഠനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് എന്തുകൊണ്ടാണ് ദൈവ തീരുമാനം എടുത്തതും, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വിമല കോളേജ് എന്നൊരു ചാപ്റ്റർ ഉണ്ടാക്കിയത് എന്തിനാന്നൊക്കെ ഞാൻ അറിഞ്ഞത്. അതിൽ നിന്നാണ് ഞാൻ ജീസസ് യൂത്ത് മൂവ്മെന്റിലേക്ക് വരുന്നതും. ഒത്തിരി പേര് ഈശോ, ഇപ്പം എൻ്റെ ലൈഫിൽ പറയുന്ന പോലെ ഒത്തിരി പേരുടെ ലൈഫിൽ ഈശോ എങ്ങനെ പ്രവർത്തിച്ചതൊക്കെ ഒത്തിരി നേരിട്ട് കാണാനും പറ്റി. അതുപോലെ തന്നെ എൻ്റെ ലൈഫിലേക്കും അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നിയത് വിമലയിൽ പഠിക്കുമ്പോഴാണ്. ജീസസ് യൂത്തിൽ വന്നപ്പോഴൊക്കെയാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ +2 കഴിഞ്ഞപ്പോൾ വീണ്ടും വീട്ടിലായപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കുർബാനയ്ക്ക് പോക്കൊക്കെ ഒന്ന് കുറഞ്ഞു. പക്ഷെ താല്പര്യം കൂടിയായിരുന്നു പണ്ടത്തെക്കാളും. പിന്നെ വിമലയിൽ ജീസസ് യൂത്തിലേക്ക് വന്നപ്പോഴൊക്കെയാണ് വീണ്ടും കുർബാനയ്ക്ക് പോക്ക് റീസ്റ്റാർട്ട് ചെയ്തതും, ഈശോയ്ക്ക് വേണ്ടി കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിയതും, ഒരുപാട് പ്രോഗ്രാംസിന് പോകാൻ തുടങ്ങിയതും കാര്യങ്ങളൊക്കെ. എന്നിരുന്നാൽ പോലും എൻ്റെ ലൈഫിൽ ഈശോയ്ക്കുള്ള സ്ഥാനം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിയെ എനിക്കിങ്ങനെ ഒരു പേടിയാണ്, നമുക്ക് ഇന്ന് കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ ശരിയാവുമോ, അങ്ങനെ ഒരു പേടിയായിരുന്നു. ആൻഡ് വിമല ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോൾ നമ്മൾ എൻ്റെ ഒരു വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന്, ഞാൻ അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പോൾ വാട്ട് ഇസ് നെക്സ്റ്റ് എന്നൊരു ചോദ്യത്തിന് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് LLB എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് ഒരു ആഗ്രഹവും താല്പര്യവും വന്നതും, ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് പോവാം എന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ എൻ്റെ തീരുമാനമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്ന ഒരിക്കലും അല്ല. കാരണം അതൊക്കെ കറക്റ്റ് സമയത്ത് കർത്താവ് ഇടപെട്ടിരുന്നതാണ്. ഇത് എങ്ങനെ ഇടപെടുന്നതെന്ന് പോലും എനിക്ക് ഒരു സമയത്ത് മനസ്സിലായിരുന്നില്ല. കാരണം കർത്താവ് ഞാനായിട്ട് അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. പക്ഷേ മെല്ലെ എൻ്റെ ലൈഫിൽ ഈ കുർബാന തന്നെ ഉണ്ടാക്കിയൊരു മാറ്റമാണ്. ഡെയിലി കുർബാനയ്ക്ക് പോകാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോലും എൻ്റെ പള്ളിയിലേക്ക് ഇല്ല. എന്നിട്ട് പോലും എനിക്ക് മടിയായിരുന്നു പോകാൻ. പക്ഷേ ഈ ജീസസ് യൂത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ചേച്ചിമാരുടെ, ഞാൻ അങ്ങനെ ഭയങ്കര പ്രാർത്ഥനക്കാരിയല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ജീസസ് യൂത്തിൽ കയറിയത്. പക്ഷെ അതിനുശേഷം മെല്ലെ ഓരോ ചേച്ചിമാർ എന്നിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളായിരുന്നു. പിന്നീട് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത കുറേ തീരുമാനങ്ങൾ, ഡെയിലി കുർബാനയ്ക്ക് പോകണമെന്ന് എടുത്തൊരു തീരുമാനം, ആ കുർബാനയിൽ ഈശോയെ കാണാൻ സാധിച്ചതും, എൻ്റെ ലൈഫിൽ എവിടെയോ ദൂരത്തിരുന്ന ഒരു ഈശോയിൽ നിന്ന് എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഈശോ മാറിയതൊക്കെ ആ ഒരു കുർബാന തന്നെയാണ് ഏറ്റവും വലിയ കാരണം. എൻ്റെ ഓരോ കാര്യങ്ങൾ, ഇപ്പം ഞാനൊരു ഭയങ്കരമായിട്ട് സ്ട്രഗ്ലിംഗ് ആയിരുന്നു അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള സമയത്ത്. അപ്പോഴാണ് ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ലൈഫിൽ ഈശോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ബൈബിൾ ഭാഗങ്ങൾ, നമ്മൾ കുർബാനയ്ക്കൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ പോയിരിക്കും, ഇതെന്ത് ചെയ്യണം. ഞാൻ അങ്ങനെ പോയിരുന്ന ഒരാളൊന്നുമല്ല. പലരോടും പല അഭിപ്രായങ്ങളും ചോദിച്ചെടുക്കുന്ന ഒരാളാണ്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അതിനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. പക്ഷെ അതിന് പകരം എൻ്റെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ കൊടുത്തു തുടങ്ങി, എനിക്ക് ഇന്നൊക്കെയാണ് കാര്യങ്ങൾ. അതും ഒരു പ്രയറിനേക്കാൾ ഉപരി ഞാൻ സംസാരിച്ചു തുടങ്ങി ഈശോയോട്, ഇന്നതാണ് എൻ്റെ വിഷയങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ. ഈശോ എന്നെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി.
അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയിരുന്ന ഒരു കാര്യം. അതായത് ആദ്യം എനിക്കതൊന്നും മനസ്സിലായിരുന്നില്ല. ചിലപ്പോൾ അതൊരു വ്യക്തികളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ആ കുർബാനയ്ക്ക് നടക്കുന്ന അച്ഛന്മാർ തരുന്ന ഹോമിലികളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വചനത്തിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിമ്പിൾ ഈശോയുടെ ലൈഫിൽ കാണിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈശോ ഞാൻ നമ്മളെ കമ്മ്യൂണിക്കേഷൻ. കാരണം ഒരുപാട് പേര് എന്നിൽ ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാക്കിയാലും ലാസ്റ്റ് ഡിസിഷൻ ഈശോ എനിക്ക് പറഞ്ഞു തരും, ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് നിനക്ക് നല്ലതെന്ന്. ചിലപ്പോൾ ആദ്യം എനിക്കത് താല്പര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ പിന്നീട് ഓക്കെ എന്നാൽ അതിലേക്ക് പോവാന്ന് പറയുമ്പോൾ അതെനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരുന്നു. എൻ്റെ ലോ കോളേജിൽ എൻ്റെ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തൃശ്ശൂർ ലോ കോളേജ് ഞാൻ ഒരിക്കലും ഓപ്റ്റ് ചെയ്യാത്തൊരു ഓപ്ഷനായിരുന്നു, എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ആ ലോ കോളേജ് വിമലയിൽ 3 വർഷം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിയത്. എനിക്ക് ഈ ക്യാമ്പസിൽ പഠിക്കാൻ അവസരം തന്നതിനും ഈശോയെ കൂടുതൽ അറിയാൻ അവസരം തന്നതിനും ഒത്തിരി നന്ദി. ലോ കോളേജിൽ ചെന്നപ്പോൾ സിനാരിയോ ഭയങ്കര ഡിഫറൻറ്റാണ്. അവിടെ ജീസസ് യൂത്തും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഭയങ്കര ഫ്രീഡം ഉള്ള ലൈഫാണ്, നമുക്ക് എങ്ങോട്ട് വേണേലും പോവാം. പക്ഷെ ആ ഇൻ ബിറ്റ്വീൻ ദാറ്റ് നമുക്കൊരു വാക്വം തോന്നി തുടങ്ങി. ഞാൻ എന്തോ ഒരു കാര്യമായിട്ട് എൻ്റെ ക്യാമ്പസ് ലൈഫിൽ മിസ് ചെയ്യുന്നുണ്ടെന്നൊരു തോന്നി. ആ പോയിന്റിലാണ് ലോ കോളേജിലും ജീസസ് യൂത്ത് എന്തുകൊണ്ട് ആയിക്കൂടാന്ന് തോന്നിയതും. അത് ഞാൻ കർത്താവിന് തന്നെ കൊടുത്തത്. ഈശോയെ, എനിക്ക് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ 3 വർഷം ഞാനിവിടെ ഉണ്ട്, നീ 3 വർഷം തന്നെയായിരുന്നു നിന്റെ പരസ്യ ജീവിതം. അപ്പൊ 3 വർഷത്തിന് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു കൊച്ചിനെങ്കിലും ഈശോയെ എനിക്ക് നിന്നുമായിട്ട് പങ്കുവെക്കണം എന്നൊരു ആഗ്രഹമൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ എൻ്റെ ലോ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും തൃശ്ശൂർ ലോ കോളേജ് പ്രതീക്ഷിച്ചൊന്നുമില്ല, ഞാൻ എറണാകുളം ലോ കോളേജ് കിട്ടണമെന്നൊക്കെയായിരുന്നു പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്ലി ആണ് തൃശ്ശൂർ ലോ കോളേജിൽ എനിക്ക് അഡ്മിഷൻ തരുന്നത്. ഞാൻ അവിടെ പോകുന്നത് 3 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒത്തിരി നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇൻ ബിറ്റ്വീൻ ആ കർത്താവിനെ കൂടെ പിടിച്ച് പോയതുകൊണ്ട് അവിടെ ഒരു ജീസസ് യൂത്ത് ഉണ്ടാവാനും ഒത്തിരി പേർക്ക് ഒരാളെ ചോദിച്ചെടുത്ത് ഈശോ ഒരുപാട് പേരെ തന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ലോ കോളേജ് കഴിഞ്ഞിട്ടും എൻ്റെ ഒരു കരിയർ പ്ലാനിലേക്ക് വന്നപ്പോഴും എനിക്ക് എപ്പോഴും ഈ ടെൻഷനാണ്, ഒരുപാട് ടെൻഷനാണ്. ഈ ടെൻഷനൊക്കെ ഞാൻ എവിടെ കൊണ്ട് ഇറക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എല്ലാം ഞാൻ എൻ്റെ കുർബാനയിൽ കൊടുക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു വട്ടം കുർബാനയ്ക്ക് പോയിട്ട് എൻ്റെ ഭയങ്കര ഒരു വലിയ വിഷമഘട്ടമാണ്. അപ്പം ഞാനിത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈശോ ഞാൻ എന്ത് ഡിസിഷൻ എടുക്കും? ഞാൻ വെറുതെ കുർബാനയ്ക്ക് പോയിരുന്നു. അന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല, ഞാൻ കുമ്പസാരിച്ചിട്ടും 1 മാസത്തിന് മുകളിലായി. അപ്പോൾ എനിക്ക് കുമ്പസാരിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുർബാനയ്ക്ക് വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് കുർബാനയ്ക്ക് പോവാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുർബാനയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് കുറേ പേര് സൈഡിലേക്ക് പോകണമുണ്ടോ, അപ്പോൾ അവിടെ കുമ്പസാരം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് കുമ്പസാരിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനും കുമ്പസാരിക്കാൻ പോയി. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അച്ഛൻ നമ്മുടെ കുമ്പസാരം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ചു, അഡ്വക്കേറ്റ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുമ്പസാരം തുടങ്ങുന്നതിന് മുമ്പ്. പക്ഷെ അച്ഛനോട് അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, ഈശോ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞത് അത്രയും നേരം ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അത്രയും നേരം ഞാനിത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന കാര്യം എനിക്ക് ഡയറക്റ്റ്ലി അച്ഛൻ ആൻസർ വന്നു. ഞാൻ എന്താ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടില്ല, കുമ്പസാരത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈശോ പറയണമെന്ന് പറഞ്ഞാൽ എന്നോട് അത് പറഞ്ഞു. ഇതുപോലെ ഒരുപാട് വഴിയിൽ ഈശോ എന്നോട് സംസാരിച്ചിട്ടും എനിക്ക് ഓരോ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ സ്റ്റക്കായി നിൽക്കാൻ ആളനുവദിച്ചിട്ടില്ല. എനിക്ക് ഇന്ന വിഷമമുണ്ട്, എനിക്ക് ഇന്ന സ്ഥലത്ത് ഇവിടുന്ന് മാറണ ഈശോ എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ നിന്ന് മാറ്റും. അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല ഈശോ, എന്തെങ്കിലും ഒരു ചേഞ്ച് എൻ്റെ ലൈഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു ജീസസ് യൂത്ത് പ്രോഗ്രാമിന് പെട്ടെന്ന് കോൾ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈശോ എന്നെ ബിസി ആക്കി വെക്കും. ഒരിക്കലും എന്നെ വിഷമിപ്പിക്കാനോ അങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു ഭയങ്കര എനർജി തരും. ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു ഈശോനെ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എന്നെ എത്രയും മനസ്സിലാക്കുന്ന, ഇത്രയും സ്നേഹിക്കുന്ന വേറെ ഒരാളും എന്നെ ഇങ്ങനെ സ്നേഹിക്കാറൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എന്നെ അത്രയും, ഞാൻ എപ്പോഴും പറയുന്നതിന് ഭയങ്കര, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് അഹങ്കരിക്കാറുള്ള ഒരാളാട്ടോ. ഈശോ എന്നെ ഭയങ്കര പ്രൈവറ്റായിട്ട് പേഴ്സണലി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഓരോ ഇൻസിഡൻറ്റിലും, ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈശോ എനിക്കൊന്നും കുമ്പസാരിക്കണം എന്നുണ്ടല്ലോ, എന്താ ചെയ്യുക, എല്ലാ ഓപ്ഷനും തീർന്നിനി എന്ത് ചെയ്യും? അൺഎക്സ്പെക്റ്റഡ്ലി ആയിരിക്കും. ഞാൻ കുർബാനയ്ക്ക് വന്ന പള്ളിയിൽ എന്തായാലും കുമ്പസാരം ഉണ്ടാവും. ഞാൻ ഓടി നടന്ന് കുർബാന കാണുന്നത് എൻ്റെ ഇടവക പള്ളിയിൽ നിന്ന് തന്നെയല്ല. അന്നെനിക്ക് രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ എവിടെയാണോ തൃശ്ശൂർ ഓൾമോസ്റ്റ് എല്ലാ പള്ളിയിലും കുർബാന സമയം എനിക്കറിയാം. അപ്പം ഞാൻ അവിടെ പോയി അന്ന് കുർബാനയ്ക്ക് കൂടിക്കഴിഞ്ഞാൽ അവിടെ കുമ്പസാരം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം, സിമ്പിളായിട്ടൊരു ഡ്രസ്സാണ്, നാളെ മറ്റന്നാളുടെ കല്യാണം. ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഡേ പ്ലാനറാണ്. എന്താ പറയുക, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം എനിക്ക് കുറേ കാര്യം ചെയ്യാനുണ്ടാവും. ജീസസ് യൂത്തിൻ്റെ കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉണ്ടാവും, വീട്ടിലെ കാര്യം ഉണ്ടാവും, ഓഫീസിലെ കാര്യം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എനിക്ക് അന്ന് തന്നെ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കുർബാനയാണ്. അപ്പം ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോകും. പക്ഷേ ഇന്നതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. എനിക്കിതൊക്കെ കൂടണമെന്നുണ്ട്, ഇതൊന്ന് ശരിയാക്കി തായോ. ആ ദിവസം ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ഇതെല്ലാം ചെയ്തിട്ടായിരിക്കും ഞാൻ എത്തുക. അതൊരിക്കലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പേഴ്സണലി പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു കാര്യമല്ല. അതൊക്കെ സിംപ്ലി ഞാൻ ആൾക്ക് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ലീവ് ഇറ്റ് ടു ആൻഡ് ലീവ് വിത്ത് ഹിം. അതായത് ആൾക്ക് വിട്ടുകൊടുക്കുക, ആളുടെ കൂടെ ജീവിക്കുക. അത് ഞാനായിട്ട് തന്നെ എൻ്റെ ലൈഫിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇങ്ങനൊരു ഈശോയിലേക്ക് എന്നെ എത്തിക്കാൻ ഭയങ്കരമായിട്ട് ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ ചേച്ചിമാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക്കലി എനിക്ക് ഈശോയുടെ ഒരു പേടിയായിരുന്നു, നമ്മൾ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ, നോമ്പെടുത്തില്ലെങ്കിൽ പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട്
പലരും പല സമയങ്ങളിലായിട്ട് ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്, ഈശോ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും നമ്മളെ ക്രൂശിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നമ്മളെ തടയാനോ നിൽക്കുന്ന ആളല്ല. എത്ര ഉപേക്ഷിച്ച് പോയാലും, എൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്, നമ്മൾ എത്ര അങ്ങേരെ വേണ്ടാന്ന് വെച്ച് പോയാലും ആള് വരും, ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോയി. ഞാൻ കുറെ സംഭവം ചോദിച്ചിട്ടുണ്ട്, എത്രയോ പേര് അവിടെ മര്യാദക്ക് നിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നു, ദെൻ വൈ മീ? ഇത്രയും അലമ്പ് കാണിച്ച് നടക്കുന്ന എന്നെ നിനക്ക് എന്തിനാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പേഴ്സണലൈസ്ഡ് ലവ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഇവിടെ എൻ്റെ അപ്പനമ്മ പോലെ തന്നെ എങ്ങനെ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി പ്രയോറിറ്റി, എനിക്ക് വേണ്ടി 24 മണിക്കൂറും 24/7 ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ എന്താ വിഷമങ്ങൾ, എൻ്റെ പ്രശ്നം, അങ്ങനെ നോക്കി നടക്കുന്ന ഒരാൾ എൻ്റെ ലൈഫിൽ വേറെ ഉണ്ടായിട്ടില്ല. ആ വ്യക്തി എന്ന് പറയുമ്പോൾ ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുർബാനയാണ്. അപ്പോൾ എനിക്കായാലും നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ഇത് തന്നെ കാണുന്നത് കേൾക്കുന്നതുകൊണ്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് ഈശോയുടെ ബൈബിൾ വായിക്കേണ്ട, നിങ്ങൾക്ക് അഡോറേഷൻ പോയിരിക്കേണ്ട, നിങ്ങൾ കുമ്പസാരിക്കണം. പക്ഷെ നിങ്ങളുടെ ഇടവക പള്ളിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ കുറേ സ്ഥലത്തേക്ക് പോകുന്നു, മലയാറ്റൂർ മല കയറാൻ പോകുന്നു, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഇടവക പള്ളിയിൽ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നിടത്ത് പോയിട്ട് ആ കുർബാനയ്ക്ക് നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ വേറെ ഒന്നും വേണ്ട, വെറുതെ എഫേർട്ട് ഇടുക. ചില ദിവസങ്ങൾ എൻ്റെ പള്ളിയിൽ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ കുർബാന എനിക്ക് അറിയണ്ടാവില്ല, അന്ന് കുർബാന ഇല്ലാതെ. അത് കഴിഞ്ഞ് ഞാൻ വേറെ പള്ളിയിൽ പോകുമ്പോൾ രാവിലെ തന്നെ ഉണ്ടാവില്ല, ചിലപ്പോൾ 3-4 സ്ഥലത്ത് പോയിട്ട്. അപ്പം ഞാനിങ്ങനെ നോക്കും ഈശ്വരം ഇത്, അതെ കുർബാനയ്ക്കാണ് ഞാൻ വെറുതെ സിനിമയ്ക്കൊന്നല്ല പോകുന്നത്, എന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ എന്ന് ഞാനിങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മളിരുന്ന എഫേർട്ടായിരിക്കും കാര്യം. പിന്നെ എൻ്റെ അമ്മ പറയാറുണ്ട്, ലൈക്ക് പ്രവൃത്തിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നൊരു കാര്യം. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ മര്യാദയ്ക്ക് കുർബാനയ്ക്ക് പോകുക, അത്രേ ഉള്ളൂ. നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക, നോവേനകൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു കൊന്ത ചെല്ലുകയാണെങ്കിൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെല്ലുക. അല്ലെങ്കിൽ ഒരു കുർബാനയ്ക്ക് പോകണമെങ്കിൽ ആ സമയം ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റാണ് മാക്സിമം ഉണ്ടാകുന്ന കുർബാന ഡെയിലി ദിവസങ്ങളിൽ. അപ്പോൾ അതൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സമയത്ത് ഈശോ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബന്ധത്തിലിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ മെല്ലെ മെല്ലെ ചേഞ്ചസ് ഉണ്ടായിക്കോളും. നമ്മൾ കുറേ എഫേർട്ട് ഒന്നും ഇടണ്ട, ചെറിയ എഫേർട്ട് ഇട്ടാൽ മതി. ഒരു കുർബാന ഡെയിലിക്ക് പോകാമെന്നുള്ള തീരുമാനമായിരുന്നു എൻ്റെ ലൈഫിലെ കുഞ്ഞ് എഫേർട്ട്. പിന്നെ ഉണ്ടായ മാറ്റങ്ങളൊക്കെ ഭയങ്കര വലുതാണ്. ഒരു പേഴ്സണലായിട്ട് ഇത്രയും പേര് പ്രാർത്ഥിക്കുന്ന ഇടയിൽ ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, ഏറ്റവും കുഞ്ഞു കാര്യം വരെ. ഇപ്പോൾ ഞാൻ ആങ്കറിങ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് അറിയാം, ഞാൻ എനിക്കൊരു ആങ്കറിങ് ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ പറയുമ്പോഴേക്കും എനിക്കൊരു കോൾ വരും, എവിടുന്നാന്ന് പോലും അറിയില്ല. പിന്നെ ഏറ്റവും കൂടുതൽ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്കെന്താണോ വേണ്ടത്, എന്താണോ എൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് ഈശോ ചെയ്യും. ഞാൻ ചിലപ്പോൾ ചോദിക്കുന്നത് ചിലപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊന്നായിരിക്കില്ല, പക്ഷേ എന്താണ് എനിക്ക് വേണ്ടതെന്ന് കർത്താവിന് കറക്റ്റ് അറിയാം. അത് കറക്റ്റ് സമയത്ത് എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഓരോ പോയിന്റിൽ എന്നെ സ്റ്റക്ക് ആക്കിപ്പിക്കാതെ, അല്ലെങ്കിൽ ഞാൻ എവിടെയും നിന്ന് പോയിട്ടില്ല, ഓരോ പോയിന്റിലും കറക്റ്റ് ചിലപ്പോൾ അതുവരെ തരില്ല. അതുവരെ നമ്മളിങ്ങനെ ചോദിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി കൺഫ്യൂസ് ഒക്കെ ആയിരിക്കും. ടു ദ പോയിന്റ്, ആ കറക്റ്റ് ടൈമിൽ എത്തുമ്പോൾ ഞാൻ ഒരിക്കലും സ്റ്റക്ക് ആവേണ്ട വരുന്നില്ല, കറക്റ്റ് സമയത്ത് കർത്താവ് അത് കൊണ്ടുവരും. അപ്പോൾ പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു വചനമാണ്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും, ഫിലിപ്പിയർ 4:13. എൻ്റെ ലൈഫിൽ ഞാൻ എവിടെ പോയാലും എന്ത് കാര്യം ചെയ്താലും എല്ലായിടത്തും ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു വചനം. ഈവൻ ഞാൻ കോടതിയിൽ പോകുമ്പോൾ പോലും ഒരു കേസ് റെപ്രസെന്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറയാറുള്ളതാണ് മനസ്സിൽ. വചനം നമുക്കിപ്പോൾ മനസ്സിൽ പറയുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അത്രയും സിമ്പിളാണ്, എന്നെ ശക്തനാക്കുന്നതോടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന്, പക്ഷെ നമ്മളെന്തിനാ പേടിക്കേണ്ട ആവശ്യം, നമ്മുടെ കൂടെയാണ് ഏറ്റവും ശക്തനായവനുള്ളത്. പിന്നെ എന്തിനാ പേടിക്കണേ? ചിലർ ഇതെങ്ങനെ ചെയ്യും, എനിക്കെന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന ആൾ. ആവശ്യ കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രസന്റേഷൻ ഉണ്ട്, നാളെ എക്സാം ഉണ്ട്, ഞാൻ ടെൻഷൻ അടിക്കാറില്ല. പക്ഷെ അനാവശ്യ കാര്യത്തിൽ ഞാൻ ടെൻഷൻ അടിക്കും. എന്നാൽ എന്തൊക്കെ ലൈഫിലുണ്ടായാൽ കൂടി ഭയങ്കര കുറച്ചും കൂടി കൂളായിട്ട്, അല്ലെങ്കിൽ ആളുടെ കൂടെ ആളുണ്ടല്ലോ, ഹീസ് ബിസൈഡ് മീ. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ എനിക്ക് എന്താ എങ്ങനെയാ ഒന്നും അറിയില്ല, പക്ഷെ ആള് നോക്കിക്കോളും, ആള് നടത്തിക്കോളും. ആ ഒരു ഈശോനെ എല്ലാവർക്കും അറിയാൻ പറ്റട്ടെ എന്ന് ഞാൻ ശരിക്കും വേണം ഞാൻ ആശംസിക്കുന്നത്. കാരണം അതാണ് വേണ്ടത്, ആ ഒരാൾ മാത്രം മതി ലൈഫിൽ, വേറെ ഒന്നും നമുക്ക് വേണ്ട, എല്ലാം നമ്മളാഗ്രഹം. പിന്നെ ഈശോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആള് സെൽഫിഷ് അല്ല. എന്താണ് നമ്മുടെ ആഗ്രഹം അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു തരുള്ളൂ. ആ ആഗ്രഹം നമുക്ക് നല്ലതാണെങ്കിൽ, നമുക്ക് വേണ്ടി ഈശോയുടെ ഒരു പ്ലാനിന്റെ ഭാഗമാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റാരെക്കാളും, ചിലപ്പോൾ അവർക്കൊക്കെ അത് ചെയ്തു കൊടുക്കാൻ 100 ആൾക്കാരുണ്ടാവും, നമുക്ക് ആരും ഉണ്ടാവില്ല. പക്ഷെ നമുക്കാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ശക്തനായവനുള്ളത്, അത് നടത്തി തന്നിരിക്കും. അപ്പോൾ എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എനിക്ക് സാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും സാധിക്കും.